മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലായിരുന്ന ദൈവമക്കളാകുന്ന നമുക്കൊരുമിച്ച് വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തനും കുടുംബവും വിദേശത്ത് വിദൂരതയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അഭിഷിക്തനോടുമൊപ്പം ഈ സഭയിലെ കർത്താവിൻ്റെ അഭിഷിക്തനോടും കുടുംബത്തോടും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമൊപ്പം ഒരു കൂട്ടായ്മയിലായി തീരുവാൻ ദൈവം സഹായിച്ച വലിയ വിധങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വെറുതെ കടന്നു വന്ന് വെറുതെ പോകുന്നവരായി തീരാതെ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുക. ദൈവം നമ്മോട് ഇത് ആമുഖമായി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ പ്രസ്താവിച്ചതുപോലെ നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയൊക്കെ ദൈവസന്നിധിയിലായിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, പുതിയത് പലതും കേൾക്കുവാനും പ്രാപിക്കുവാനുമായി ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പുതിയത് ഒന്ന് നമ്മിലേക്ക് സ്വർഗം പകരേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 പത്രോസ് 1-ാം അധ്യായം 10-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. അപ്പം ഇതുവരെ ശ്രമിച്ചതുപോലെ അല്ല, ഇതിനേക്കാൾ അധികം ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. സ്തോത്രം. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്, എന്തിനാണ് ദൈവം വിളിച്ചത് എന്ന് ഒരു ഉറപ്പ് വരുത്തണം. സ്തോത്രം. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൗമലോകത്തിൽ നമുക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആദ്യം അറിയുന്നത് അവൻ്റെ തിരഞ്ഞെടുപ്പല്ല, പക്ഷെ ദൈവം ഒരു മനുഷ്യനെ ആദ്യം തിരഞ്ഞെടുക്കുന്നു. ആ മനുഷ്യൻ ആദ്യം അറിയുന്നത് തിരഞ്ഞെടുപ്പല്ല. സ്തോത്രം. കാരണം അത് ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം നിത്യത ലക്ഷ്യമാക്കി സർവശക്തനായ ദൈവം തൻ്റെ പരമാധികാരത്താൽ തൻ്റെ സ്വന്തമായി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയാണ്, വേർതിരിക്കുകയാണ്. അതിനാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. അത് ആ മനുഷ്യൻ അപ്പോഴറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആ നിത്യനിർണയം കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് വിളിയെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ വിളിയാണ് ഒരു മനുഷ്യൻ ആദ്യം അറിയുന്നത്. ദൈവം ആദ്യം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പാണ്. ഈ വിളിക്കുന്ന മനുഷ്യൻ ആ വിളിയെ സ്വീകരിക്കാം, തിരസ്കരിക്കാം. സ്തോത്രം. ആ സ്വീകരിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നവന്, തിരസ്കരിക്കുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആ സ്വീകരിച്ചു വരുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് വരുന്നു, പുതിയ മനുഷ്യനായി മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നു. അപ്പോൾ മാത്രമേ അവൻ്റെ മേലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവൻ അറിയാൻ കഴിയുന്നുള്ളൂ. അതല്ലാത്തടത്തോളം അതറിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നു, ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നു. ഓരോരുത്തരെയും ദൈവം വിളിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ അഭിഷിക്തന്മാരെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരാണ്. പക്ഷെ ദൈവം അവരെ ഒരു ഉദ്ദേശത്തോടെയാണ് വിളിക്കുന്നത്. സ്തോത്രം. ആ ഉദ്ദേശം അവർ തിരിച്ചറിഞ്ഞ് അവരെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം അവരെ ഉപയോഗിക്കുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. നമുക്കറിയാം, അബ്രഹാം എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവായിട്ടാണ് ദൈവം വിളിച്ചത്. സ്തോത്രം. ദൈവം വിളിക്കുന്നതിന് മുമ്പ് വിശ്വാസമൊന്നുമില്ലായിരുന്നു. തൻ്റെ അപ്പനുണ്ടാക്കിയ വിഗ്രഹത്തെ വിരലുകൊണ്ട് വൃത്തിയാക്കി വിപണിയിൽ കൊണ്ടുപോയി വിലപേശി വിറ്റ് വരുമാനമുണ്ടാക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നിരുന്നു അബ്രഹാം. അപ്പോൾ അങ്ങനെയുള്ള അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് വിശ്വാസികളുടെ പിതാവായിട്ടാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചുവെങ്കിലും ആ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം അബ്രഹാമിൽ നമ്മൾ കാണുന്നില്ല. ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്തോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, ഭൂമിയിലെ മണത്തരികൾ പോലെ വർദ്ധിപ്പിക്കുമെന്നൊക്കെ ദൈവം പറയുന്നുവെങ്കിലും ആ ദൈവത്തിൻ്റെ വാക്കുകളിൽ അത്രത്തോളം വിശ്വാസം പുലർത്തിയില്ല ആദ്യകാലങ്ങളിൽ അബ്രഹാം. സ്തോത്രം. അങ്ങനെ വിശ്വാസം പുലർത്തിയിരുന്നെങ്കിൽ ഇസ്മായേൽ അബ്രഹാമിൻ്റെ മുറ്റത്ത് ഓടി കളിക്കത്തില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അബ്രഹാമിന് ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും തൻ്റെ മേൽ ഉള്ളതുകൊണ്ട് ആ ദൈവ വിളിയിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം അബ്രഹാമിനെ കൊണ്ടുവരികയാണ്.
ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ അബ്രഹാമിനെ പോലെ, വിശുദ്ധന്മാരെ പോലെ, അഭിഷക്തന്മാരെ പോലെ സാധാരണക്കാരായ മനുഷ്യരാണ്. പക്ഷെ നമ്മളെക്കുറിച്ച് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കുവാനാണ് അസാധാരണ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമുഖമായി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. അത് നിങ്ങൾ അധികം ശ്രമിക്കണം. ഇതുവരെ ശ്രമിച്ചതുപോലെയല്ല. എനിക്കിത് കിട്ടിയേ മതിയാവൂ. എന്തിനാണ് ദൈവമേ നീ എന്നെ വിളിച്ചത്? എനിക്കത് അറിഞ്ഞേ മതിയാവൂ. എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം എന്താണ്? എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം, അവർ ചെയ്യുന്നതും കണ്ട് ഇവർ ചെയ്യുന്നതും കണ്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. സ്തോത്രം. അവർ ചെയ്യുന്നത് അവരോട് പറഞ്ഞ കാര്യമാണ്. അത് കണ്ട് എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞ് നീ ചെയ്യാൻ നിൽക്കാതെ, അത് നിന്നോട് പറഞ്ഞിട്ടില്ല. അതിൽ നീ പരാജയപ്പെടും. നീ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പം ഇനി വാ ഇവിടെ ഇരി, ഞാൻ പറയാം. ദൈവം പറയുന്ന കാര്യം മാത്രം ചെയ്യുക. സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞൊന്നും ഇരിക്കേണ്ട കാര്യമല്ല. നീ ജോലിക്കാ നിന്നെ വിളിച്ച് ദൈവം നിന്നെ എന്താണോ ഏൽപ്പിക്കുന്നത് അത് നീ ചെയ്യുക. അത് നീ വിശ്വാസത്തോടെ, ഉത്തരവാദിത്തോടെ, വിശ്വസ്തയോടെ ചെയ്യുക. ദൈവം നിനക്ക് തരുന്നത് കൂലിയല്ല, പ്രതിഫലമാണ്. ഹല്ലേലൂയ. കൂലിക്കൊരു പരിധിയുണ്ട്. നീ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി ചെയ്താൽ ഇത്ര രൂപയെ കിട്ടൂ. പക്ഷെ പ്രതിഫലം അതല്ല. അത് യജമാനന്റെ ഇഷ്ടം തോന്നി തരുന്നതാ. അതിന് അളവില്ല, അതിന് കണക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ ദൈവം വിളിച്ചു, മോശയെ ദൈവം തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് മോശയെ അറിഞ്ഞില്ല. മോശ വിചാരിച്ചു ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് അഭ്യസിച്ച് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുക. ഇനി മോശ ഒരു മിസ്രൈമനും ഇസ്രായേലിനും തമ്മിൽ അടിയുണ്ടായപ്പോൾ ഓടിച്ചെന്നു ഒരുത്തൻ്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്തു. അവിടെ അടിച്ചു പറിച്ചിട്ടു. ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു. ഒറ്റയ്ക്ക് ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത വീരനാണ്. സ്വോത്രം. പക്ഷേ ഒരു എബ്രാഹിനോട് തമ്മിൽ വിഷയമുണ്ട്. അപ്പോൾ ഈ പരിചയം വെച്ചോണ്ട് ഇറങ്ങിത്തന്നു. അവർ ചോദിച്ചു, നിന്നെ ആര് വിളിച്ചു? നീ ഏതാടാവേ? നീൻ്റെ പണി നോക്കിപ്പോ. നീ മറ്റവരെ ചെയ്ത കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലെന്നൊന്നും നീ വിചാരിക്കണ്ട. മനസ്സിലായോ? ജീവനും കൊണ്ട് ഓടിപ്പോയി. സ്തോത്രം. അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ചിങ്ങനെ വട്ടം നടക്കുക. തൻ്റെ മേലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ ആ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ എന്നപ്പോൾ ഹല്ലേലൂയ താനൊരു കാഴ്ച കണ്ടു. സ്തോത്രം. താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു കാഴ്ച കണ്ടു. താൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു. എന്തുവാ? പച്ച മുൾപ്പടർപ്പ് കത്തുന്നതായിട്ട് കണ്ടു. ഇതെന്താണെന്ന്, അത് കത്തുന്നത് മാത്രമല്ല, കരിഞ്ഞു പോകുന്നില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ നാളുകളിൽ നീ വിഷമിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ചില കത്തുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ നീ കരിഞ്ഞു പോകാതെ നിന്നെ നിർത്തുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്, ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഓ ഉടബല ബൗഡബ രഗനക ശന്തല ബൗഡബ രന്തൽ പ്രൗഢ രഗന. നീ ദൈവത്തിൻ്റെ വിളിക്കായി കാത്തിരിക്ക്. നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്ക്. ദൈവം നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടേണ്ടതിന് വേണ്ടി കാത്തിരിക്ക്. ഹല്ലേലൂയ. നിനക്കൊരു സമയമുണ്ട്, നിനക്കൊരു സീസൺ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത്, ഇതുവരെ നീ നടന്നത് മതി മോശയെ, നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാകുക. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയാൻ നിനക്ക് ഞാൻ വേറൊരു പണി തരാൻ പോവുകയാണ്. സ്തോത്രം. അങ്ങനെ വേറെ പണിയുമായിട്ട് പോകാനായിട്ട് ഒട്ടും മനസ്സിലായിരുന്നു മോശയ്ക്ക്. സ്തോത്രം. പക്ഷേ മോശയെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തതാകയാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ മോശയെ അതിനുവേണ്ടി ദൈവം വിളിച്ച ദൈവത്തിൻ്റെ പുറകെ മനസ്സില്ലാ മനസ്സോടെ പോയി. ദൈവത്തിന് ഇത് നന്നായിട്ടറിയാം. ഒഴിഞ്ഞു മാറാൻ ഒരുപാട് മോശ നോക്കി. സ്തോത്രം. മോശ പറഞ്ഞു, എനിക്ക് തടിച്ച നാവാ, എനിക്കെല്ലാവരും സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എൻ്റെ നാവ് തരാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, നിൻ്റെ നാവ് എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചില്ലല്ലോ. സ്തോത്രം. നിൻ്റെ കൈ മതി എനിക്ക്. സ്തോത്രം. ഹാലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ മോശയെ ദൈവം പഠിപ്പിച്ചേ. എന്തുവാ? വടി താഴെ ഇറ, വടിയെടുക്കട, അവിടെ അടിക്കട, ഇവിടോട്ട് മാറ്റട, ഇല്ലയോ? ഒന്നും അറിഞ്ഞുകൂടാത്ത ആ മോശയെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. നമുക്കൊരു പുണ്ണാക്കും അറിയത്തില്ല, നമ്മൾ ഏതാണ്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞ് നടക്കുക, ഒരു ചുക്കും അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ അറിവുള്ളവനാക്കുന്നവൻ ദൈവമാണ്.
സ്തോത്രം. സ്വർഗീയ വെളിപ്പാടിനാൽ നമ്മൾ അറിവ് പ്രാപിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള അറിവല്ല, അതിവിടെ നിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എല്ലാം പച്ചടിയും പിച്ചടിയും PhD ഒക്കെ ഉള്ളവർ കടന്ന് വരവുക. സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകമുണ്ടെങ്കിൽ ദൈവം നിന്നെ അതിൻ്റെ നടുവിൽ ഉപയോഗിക്കും. സ്തോത്രം. നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം നിന്നെ ഉപയോഗിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഈ മോശ ഇതുപോലെ ഓരോരുത്തരെയും ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ തിരഞ്ഞെടുത്തു, ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ രാജ്യം മൊത്തം കടന്ന് ഓടുവല്ലോ, നെട്ടോട്ടോ കുറിയോട്ടോ ഓടുക, ഒരു നിപ്പും നിലകാലമില്ല. ദൈവം എന്ത് ചെയ്തു? ഒരു സിംഹത്തെ പറഞ്ഞു വിട്ടു, അതിൻ്റെ പുറകെ കരടിയെ പറഞ്ഞു വിട്ടു. സ്തോത്രം. സാധാരണ ഒരു മനുഷ്യനാദ്യം എന്ത് ചെയ്തേനെ? ആദ്യം എരിഞ്ഞ് ചത്തേ. സ്തോത്രം. ഇതെന്ത് ലക്ഷ്യമാക്കിയാണ് ദൈവം ചെയ്യുന്നത്? അവന് വേണ്ടി ഒരു സിംഹാസനം കരുതിയിട്ടിട്ടുണ്ട് സ്വർഗം. അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വിഷയങ്ങളിലൂടെയും കടത്തിവിടുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പത്രോസ് വിളിച്ചു പറയുക. സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശ്രമം എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ആ അനുഭവം നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ ശ്രമിച്ചോണം. സ്തോത്രം. അതാ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന പത്രോസിനെ അല്ല ലേഖനങ്ങളിൽ കാണുന്നത്. സ്തോത്രം. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന പത്രോസ് കർത്താവിനോട് ഞങ്ങൾ സകലതും വിട്ട് നിൻ്റെ പുറകെ വന്ന് ഞങ്ങൾക്ക് എന്തോ കിട്ടും. സ്തോത്രം. ഇല്ലയോ? ഓ എൻ്റെ ദൈവമേ, ഞാൻ ആ മനുഷ്യനെ ഒരു നാൾ പറയുന്നില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കി. നിങ്ങൾ പറയുന്ന യേശു ആരാ? ഇല്ലയോ? ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ലേഖനങ്ങളിൽ കാണുന്ന പത്രോസിനെ അങ്ങനല്ല. സ്തോത്രം. നമ്മളൊന്ന് വായിച്ച് 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച്. ആ ആ ആ ആ സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഇവിടെ പത്രോസിന് അടുത്ത ഒരു വെളിപ്പാടുണ്ട്. പത്രോസിന് PhD ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പത്രോസിന് സ്വർഗം ഒരു വെളിപ്പാട് കൊടുത്തു. ഇതെന്നാ കൊടുത്തേ? 1-ാം നൂറ്റാണ്ടിലാണ് കൊടുത്തത്. എന്തുവാ കൊടുത്ത വെളിപ്പാട്? മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. മൂലകങ്ങളും പദാർത്ഥങ്ങളും എന്താണെന്ന് കണ്ടുപിടിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. മൂലകങ്ങൾ പഠിക്കുന്ന പിള്ളേർക്കറിയാം. മൂലകങ്ങൾ എന്താണെന്നും പദാർത്ഥങ്ങൾ എന്താണെന്നും കണ്ടുപിടിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. സ്വർഗം പത്രോസിന് വെളിപ്പാട് കൊടുത്തത് 1-ാം നൂറ്റാണ്ടിലാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്ന ഒരു കാലമുണ്ട്. സ്തോത്രം. അത് നടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? നമ്മൾ അന്തരീക്ഷത്തിലൂടെ ഭൂമിക്ക് മുകളിലൂടെ പോകുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഇന്ന് വൈദ്യുതിയും വാതകവും ഭൂമിക്കടിയിലൂടെയാണ് പോകുന്നത്. ഇതെല്ലാം കൂടെ പൊട്ടിപ്പിളർന്ന് നിൽക്കക്കള്ളിയില്ലാത്തൊരു സമയം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കത്തിയഴിയുന്ന ഒരു സമയം സമാഗതമായിക്കൊണ്ട്. കണ്ടോ? ഭയങ്കര വെളിപ്പാടാ കിട്ടിയ. ഈ ഒരു ലെവലിലേക്ക് ദൈവമക്കൾ വരണം. സ്വർഗത്തിൽ നിന്ന് ചിലതൊക്കെ പ്രാപിച്ചിട്ട് പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാ നമ്മൾ ഈ പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ മതി. ഇവിടെ നമ്മൾ 8-ാം വാക്യം നമ്മൾ എന്തോ വായിക്കുന്നത്? ആര് നിറഞ്ഞു? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് എപ്പോഴാ? കൈ അടിച്ച് പൊട്ടിച്ചപ്പോഴാണോ? ആണോ? ഡ്രം അടിച്ച് പൊട്ടിച്ചപ്പോഴാണോ? പിന്നെ എപ്പോഴാ ആത്മാവിലായ? സ്തോത്രം. ഇങ്ങോട്ട് നോക്ക്. തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെയും തന്നിൽ പകരപ്പെട്ട ശുശ്രൂഷയും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ. പിടികിട്ടുന്നില്ല. തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെയും സ്വർഗം തന്നിൽ ചൊരിഞ്ഞ ശുശ്രൂഷയും ചോദ്യം ചെയ്യാൻ ചില പ്രമാണികരും മത നേതാക്കന്മാരോട് ഇങ്ങനെ വട്ടം കൂടിയിരുന്നിട്ട് അവനെ നടുവിൽ നിർത്തി ചോദ്യം ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ 8 കണ്ണുകൾ തന്നെ നോക്കുമ്പോൾ, തൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യാൻ നോക്കുമ്പോൾ, തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ ചോദ്യം ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോൾ പത്രോസ് ആത്മാവിലായി. നമുക്ക് പറ്റുമോ അത്? സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്ന 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ അവൻ്റെ മേലൊരു കെട്ട് വീണിട്ടുണ്ട്. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചൊരു കെട്ട് വീണിട്ടുണ്ട്. ആ കെട്ട അഭിഷേകത്തിൻ്റെ ശത്രുകാൽ പത്രോസ് പൊട്ടിച്ചത്. സ്തോത്രം. അവൻ മറ്റുള്ളവരെ പോലെ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം മുന്നമേ തെരഞ്ഞെടുത്തവനാ. പക്ഷെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വിളിക്കുകയാ. തൻ്റെ അഭിഷക്തന്മാരെ അയച്ചു വിളിക്കുകയാ. തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെയും ശുശ്രൂഷയും ചോദ്യം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. സ്തോത്രം.
താൻ ആരെ ഭയപ്പെട്ടുവോ അവരുടെ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. ആത്മാവിൻ്റെ ശക്തി ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് ധൈര്യമാണ്. സ്തോത്രം. ധൈര്യം. ഈ അസാധാരണ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കണമെങ്കിൽ അസാധാരണ ധൈര്യം ദൈവം നമുക്ക് തരണം. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയെല്ലാം കണ്ണുകൊണ്ട് കാണുവാൻ പറ്റാത്ത അദൃശ്യമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്, ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട്. നമ്മെ ദൈവം വിളിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൗമമണ്ഡലത്തിൽ നിന്നും ആത്മമണ്ഡലത്തിലേക്കാണ് വിളിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നമ്മൾ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിപ്പാൻ. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭൗമമണ്ഡലത്തിൽ പ്രവർത്തിച്ചു. നമ്മളും അത് തന്നെ ചെയ്യണം. അതിനാണ് നമ്മളെ വിളിച്ചത്. കർത്താവിൻ്റെ പരസ്യപ്രസ്താവന ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കുമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട. അതെല്ലാം നിങ്ങളെ വിളിച്ചിരിക്കുന്ന, നിങ്ങളെ വേർതിരിച്ചിരിക്കുന്ന, നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന സർവ്വശക്തനായ ദൈവം അറിയുന്നു. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യം നോക്കുവിൻ. നിങ്ങൾ ആദ്യം അവരുടെ രാജ്യത്തിൽ കയറിയിട്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഭൗമരാജ്യം 2ാം സ്ഥാനത്താണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തിൽ നിൽക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യം പെട്ടെന്ന് വായിച്ചോ. ലൂക്കോസ് 17:20-21. ആ ആ ആ ആ സ്തോത്രം. ഇത് പെന്തക്കോസ്ത് മണ്ഡലത്തിൽ കുറേ പേരുടെ വിശ്വാസം സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ രാജ്യത്തിൽ പോകാവുന്ന, കുറേ പേരുടെ വിശ്വാസം ഈ മരിച്ചതിന് ശേഷം ഈ രാജ്യത്തിൽ പോകാവുന്ന. പക്ഷെ അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ രാജ്യം ഏതാ? നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഈ രാജ്യം. സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ ഉള്ള രാജ്യത്തിലേക്ക് നിങ്ങൾ കയറണം. കാരണം ഒരു ദൈവവേദലിന് ആവശ്യമായ സകലതും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രാജ്യത്തിലാണ്. അവൻ്റെ ആത്മീകവും ഭൗമികവുമായ സകല വിഷയങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രാജ്യത്തിലാണ്. നമ്മുടെ കയ്യിലൊരു നമ്മുടെ ടച്ചിൻ്റെ മൊബൈൽ ഉപയോഗിക്കുന്നു. ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മളിത് അഴിച്ചിളക്കി നോക്കി അതിനകത്ത് കുറേ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ അതിനകത്ത് ഓരോ പ്രോഗ്രാമുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പാട്ട് കേൾക്കണമെങ്കിൽ അത് കണ്ടുപിടിച്ച് അവിടെ ടച്ച് ചെയ്യണം, ഇല്ലയോ? പ്രസംഗം കേൾക്കണമെങ്കിൽ അത് കണ്ടുപിടിച്ച്, ഇത് കണ്ടുപിടിച്ച് പ്രസംഗം കേൾക്കുന്നവനൊരു പാട്ട് കിടച്ചാവോ? സ്തോത്രം. ഇതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം. എന്നിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മളിത് മനസ്സിലാകുന്നില്ല. നമുക്കൊന്നാം സ്ഥാനം നമ്മൾ നിൽക്കുന്ന ഈ ഇട്ടാവട്ടമാണ്. എന്ന് വെച്ചാൽ ഈ ഭൗമലോകമാണ്. ഈ ഭൗമലോകത്തെ ഭരിക്കുന്ന ഒരു ആത്മലോകത്തിലേക്ക് ആ ദൈവം നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയ! എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ ഭൗമലോകത്തെ നിയന്ത്രിക്കുന്ന, ഈ ഭൗമലോകത്തെ ഭരിക്കുന്ന ഒരു ആത്മലോകത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ, അതിനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ പത്രോസ് പറയുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ അധികം ശ്രമിപ്പീൻ. ഹല്ലേലൂയ! മത്തായി സുവിശേഷം 26-ാം അധ്യായം 52-53 വാക്യങ്ങളൊന്ന് വായിച്ചേ. മത്തായി 26-ന്റെ ആ ആ ആ ആ ആ ആ ആ നിങ്ങൾ നമ്മളതെല്ലാവരും വായിച്ചു വിടുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? സ്തോത്രം. ഈ സന്ദർഭം നമുക്കറിയാമല്ലോ. തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ മഹാപുരോഹിതന്മാർ അവരുടെ പടയാളികൾ വരികയാണ്. ഈ പടയാളികളെന്ന് പറഞ്ഞാൽ കൂടിപ്പോയ എത്ര പേര് കാണും? 100-200 പേര് കാണും, അല്ലെങ്കിൽ ഒരു 500 പേര് കാണും, ഇല്ലയോ? അല്ലെങ്കിൽ ഒരു 1000 പേര് കൂട്ടിക്കും. കർത്താവ് ഇവിടെ പറയുന്നത്, ഈ പ്രശ്നത്തിൽ രക്ഷപ്പെടുവാൻ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പിതാവിനോട് 12 ലഗ്യോനിലധികം ദൂതന്മാരെ ആവശ്യപ്പെടാമല്ലോ. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ എന്താ? റോമൻ പട്ടാളത്തിൽ 6000 പടയാളികൾ അടങ്ങുന്ന ഒരു ബറ്റാലിയന് പറയുന്ന പേരാണ് ഒരു ലഗ്യോൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് 12 ലഗ്യോനാണ്. അപ്പോൾ 12 ഗുണം 6000 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, എത്ര കിട്ടും? 12 ഗുണം 6000 നോക്കിയോ? ഞാനങ്ങ് പറയാം, 72000. ഈ 1000 പേരെ നേരിടാൻ എന്തിനാ 72000 ദൂതന്മാർ?
2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 1,85,000 മനുഷ്യരെ ഒരു ദൂതൻ ഒറ്റയ്ക്ക് തകർത്തു വന്നു. ഒറ്റ ദൂതം മതി 1,85,000 പേരെ തകർത്ത് കളയുക. പക്ഷേ ഇവിടെ എന്തിനായി 72,000 ദൂതന്മാരുടെ ആവശ്യം? സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? കർത്താവ് അവരുടെ മുമ്പിൽ കൂടി നിന്ന് ഈ മനുഷ്യരെ കണ്ടുകൊണ്ടല്ല അത് പറഞ്ഞത്, അവൻ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. തൻ്റെ ദൗത്യത്തെ പരാജയപ്പെടുത്തുവാൻ പിശാചോവൻ അനുകാരികളും സംഘം ചേർന്ന് വരുമ്പോൾ അവരെ തുരത്തുവാൻ വേണമെങ്കിൽ എനിക്കെൻ്റെ പിതാവിനോട് ചോദിച്ച് ദൂതന്മാരെ ഇറക്കാം. പക്ഷേ ഇതെൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകമായിരിക്കാൻ, ഇതെന്നിൽ ദൈവം പകർന്നിരിക്കുന്ന ശുശ്രൂഷയായിരിക്കാൻ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഇതിനായിരിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. നീ വാളുറയിലിട, ഇതെനിക്ക് ചെയ്യാനുള്ളതാ. ലൂക്കോസ് 12-ാം അധ്യായം 50-ാം വാക്യം. ലൂക്കോസ് 12-ാം അധ്യായം ഞാൻ ഓടിച്ചങ്ങ് പോയി നിർത്തുക. ലൂക്കോസ് 12-ാം അധ്യായം 50-ാം വാക്യം. കർത്താവ് പറയും, എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. ഇത് ഏത് സ്നാനമാണ്? എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. ഞാൻ അതിനുവേണ്ടി എന്തോ ചെയ്യുന്നു? ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, അക്ഷരികമായ സ്നാനമല്ല. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാകും. സ്നാപകൻ സ്നാനക്കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നു, സ്ഥാനാർത്ഥിയാകുന്ന സഹോദരനോ സഹോദരിയോ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആ സ്നാപകൻ കുറേ ഉപദേശങ്ങൾ തരുന്നു, അതിനനുസരിച്ച് പിടിച്ച് നമ്മളെ വെള്ളത്തിൽ മുക്കുന്നു. വെള്ളത്തിൽ മുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെപ്രാളം ഉണ്ടാവും, ഇല്ലയോ? എന്തുവാ? ചിലർക്ക് വെള്ളം മൂക്കി കയറിപ്പോവും, ചിലർക്ക് വായി കയറിപ്പോവും, ചിലർക്ക് അത് ചെവി കയറിപ്പോവും, ഇല്ലയോ? അന്നേരം ഉണ്ടാകുന്ന ഒരു അനുഭവം അതെല്ലാവർക്കും ഒരുപോലെ അല്ല, ആണോ? ഇവിടെ പറയുന്ന സ്നാനമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപം നിമിത്തം ദൈവത്തിനുണ്ടാകുന്ന കോപവും ക്രോധവും നിറഞ്ഞ പ്രളയത്തിലേക്ക് നീന്തറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തിടുന്നത് പോലെ പാപം എന്തെന്നറിയാത്ത തൻ്റെ പൊന്നോമന പുത്രനെ എടുത്തിടുന്ന സ്നാനമാണ്. എനിക്കൊരു സ്നാനമേൽക്കാനുണ്ടെന്ന് പറഞ്ഞ ആ അനുഭവമാണ്. മനുഷ്യൻ എൻ്റെയും നിങ്ങളുടെയും പാപം നിമിത്തം നശിച്ചു പോകേണ്ട നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാകുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് ആ അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ വേണ്ടി ദൈവം ചെയ്ത ക്രമീകരണമാണ്. എന്തുവാ? ദൈവത്തിൻ്റെ കോപവും ക്രോധവുമാകുന്ന പ്രളയം. ആ പ്രളയത്തിലേക്ക്, ജലപ്രളയത്തിനകത്ത് നീന്തറിഞ്ഞുകൂടാത്ത ഒരാൾ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പം പാപം എന്തെന്നറിഞ്ഞുകൂടാത്ത തൻ്റെ പൊന്നോമന പുത്രനെ ആ പ്രളയത്തിലേക്ക് എടുത്തിടുകയാണ് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. സ്തോത്രം, സ്തോത്രം. ഇനി 22 ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ താഴോട്ട് വായിച്ച് 44. ആ മോളെ എത്രാമത്തെ വാക്യ? 44. ഇനി ഇങ്ങോട്ട് നോക്കിയേ. സ്തോത്രം. ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഗത്സമനയിൽ നടന്ന പ്രാർത്ഥനയെക്കുറിച്ച് ആ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തൻ്റെ പൊന്നോമന പുത്രൻ അനുഭവിക്കാൻ പോകുന്ന പീഡ എന്താണെന്ന് പിതാവായ ദൈവം നമ്മൾ ഈ മൊബൈലിലൂടെയും മിനി സ്ക്രീനിലുമൊക്കെ കാണുന്നത് പോലെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തൻ്റെ ശരീരത്തിൽ തനിക്കിത് വഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ താൻ പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം പിതാവേ എങ്കിൽ നിന്ന് നീക്കണമേ. എന്നിട്ട് പിന്നെ താൻ തീരുമാനിക്കുക, എന്തുവാ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ തനിക്ക് അക്ഷരികമായി ഇത് ചെയ്യുവാൻ കഴിയത്തില്ല. പകരം ഇതിനൊരു ക്രമീകരണം വരുത്തണമെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്തു? ഒരു ദൂതനെ ഇറക്കി കൊടുത്തു. സ്തോത്രം. സപ്പോർട്ടിന് വേണ്ടി, തൻ്റെ പൊന്നോമന പുത്രനെ താങ്ങുന്നതിന് വേണ്ടി, നിർത്തുന്നതിന് വേണ്ടി ദൂതനെ ഇറക്കി കൊടുത്തു. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ രക്തത്തുള്ളികൾ, വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് ഒലിച്ചിറങ്ങി. ഇത് സംഭവം എന്താണെന്നറിയാമോ? ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടറായ ലൂക്കോസാണ്. അപ്പോൾ ഇത് ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഈ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളെ പൊതിഞ്ഞിരിക്കുന്ന രക്തധമനികളുണ്ട്. വിയർപ്പ് ഗ്രന്ഥികളെ പൊതിഞ്ഞിരിക്കുന്ന രക്തധമനികൾ രക്തസമ്മർദ്ദം മൂലം പൊട്ടിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്താ? അകാരണമായ ഭയവും ഭീതിയും ടെൻഷനും ഉണ്ടാകുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, മരണവുമായി മല്ലുപിടിക്കുന്ന ആ സന്ദർഭത്തിൽ ഇങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതാണ് കർത്താവ് ഒരു പച്ചയായ മനുഷ്യനായി തീർന്നു, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുന്നതിന് വേണ്ടി, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. പത്രോസ് വിഭാവനം ചെയ്ത ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കയറി നിൽക്കുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിൽ കയറി നിന്നെങ്കിൽ മാത്രമേ ഈ ലോകരാജ്യത്തിൽ നമുക്ക് നേരെ വരുന്ന സകല പയറ്റുകളെ നേരിടാൻ പറ്റത്തുള്ളൂ.
അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിനുള്ള ശക്തി ലഭിക്കത്തുള്ളൂ. ദൈവരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കർത്താവ് സകലതും പറഞ്ഞത്. അതുകൊണ്ടാണ് മുമ്പേ 1-ാം സ്ഥാനം നിങ്ങൾ ദൈവരാജ്യത്തിന് കൊടുക്കണം, 2-ാം സ്ഥാനം നിങ്ങൾ നിൽക്കുന്ന ഈ ഭൂമിക്ക് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ നമ്മൾ പഠിച്ചേ, ബൈബിളിൽ തുടങ്ങുന്നത് എങ്ങനെയാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദി ആർക്കാ? ദൈവം. 1-ാം സ്ഥാനം ആർക്കാ? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 1-ാം സ്ഥാനം ആർക്കാ? ദൈവത്തിനാ. എന്നാൽ അതിൻ്റെ 2-ാം വാക്യം തുടങ്ങുന്നത് എന്തുവാ? 2-ാം വാക്യം എങ്ങനെയാ തുടങ്ങുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം എങ്ങനെയാ തുടങ്ങുന്നത്? ഭൂമിയാ തുടങ്ങുന്നത്. ഭൂമി. 2-ാം വാക്യത്തിൽ 1-ാം സ്ഥാനം ഭൂമിക്ക് കൊടുത്തപ്പോൾ അതെല്ലാം എന്തായി തീർന്നു? പാഴും ശൂന്യമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിൻ്റെ വിലമതിക്കുവാനാകാത്ത വിലയേറിയ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ വേണ്ടി. സ്തോത്രം. നല്ലിലെ മക്കളെങ്കിലും അവകാശികളാണ്, അല്ലെങ്കിൽ അവകാശികളാണ്. അല്ലെങ്കിൽ ആ മക്കൾ ശിശുക്കളായി തന്നെ ഇരുന്നാൽ യാതൊരു പ്രയോജനവുമില്ല, ആർക്കും പ്രയോജനമില്ല. ഇല്ലയോ? വൈകല്യമുള്ളവർ കുഞ്ഞുങ്ങൾ നമുക്കുണ്ടായാൽ അക്ഷരികമായി നമുക്ക് നമ്മുടെ കുഞ്ഞാ ദൈവം തന്നതാന്നൊക്കെ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പറയുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്നും അതൊരു വേദനയല്ലേ, ഒരു വിഷമമല്ലേ, ഒരു പ്രയാസമല്ലേ? അങ്ങനെയെങ്കിൽ നമ്മെ തൻ്റെ പൊന്നോമന പുത്രൻ്റെ വിലമതിക്കുവാനാകാത്ത വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ ദൈവരാജ്യത്തിലാക്കുവാൻ വേണ്ടി വിളിച്ച് ദൈവത്തിൻ്റെ തീരെ യോദ്ധാക്കളായി നിൽക്കുവാൻ വേണ്ടി വേർതിരിച്ച നമ്മൾ കണ്ണുവിരിയാത്ത ശിശുക്കളായിട്ടിരുന്നാൽ ദൈവം എത്രമാത്രം വേദനിക്കും. ഹല്ലേലൂയ. പത്രോസ് പറയുന്നത് എന്താ? അതുകൊണ്ട് ഉറപ്പാക്കി. നിങ്ങൾ ഉറപ്പാക്കുന്നതിന് എന്ത് വേണമെന്ന് ഞാൻ അതിൻ്റെ വായിച്ച 5 മുതൽ താഴോട്ടൊന്ന് വായിച്ചു. അതിവിടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. ഈ പത്രോസ് പറയുന്നത് എന്തുവാണ്? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഈ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന 9-ാം വാക്യം പറയുന്നത്? എന്ത് സംഭവിക്കുക? നിങ്ങൾ കുരുടരത്ര. പിന്നെന്തുവാ? ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൂരക്കാഴ്ചയില്ല, അടുത്തുള്ളതേ കാണാൻ പറ്റൂ. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ദൂരക്കാഴ്ചയില്ല, ഭാവി വെളിപ്പാടില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഉട്ടാവട്ടത്തിലുള്ള കാര്യങ്ങളെ നമ്മുടെ സത്യം വരത്തുള്ളൂ. നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചുള്ള കാര്യം, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കും, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം, ആരുടെ കാല് പിടിക്കാം, ആരുടെ കാല് വാരാം, ആരെ അട്ടിമറിക്കാം, ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിയുള്ളവരായി പോകും. മാത്രമല്ല, നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ ദൈവം പദ്ധതി ഇട്ടതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. എന്നാൽ നിങ്ങളത് സ്വീകരിച്ചാൽ 11-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകത്തില്ല. കാരണം എന്താ? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? കണ്ടോ? നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യം നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. അത് ഈ നമ്മൾ നേരിട്ടങ്ങ് നിത്യരാജ്യത്തിലേക്ക് പോകത്തില്ല. അമേരിക്ക പോകുന്നവൻ മറ്റുള്ള അടുത്ത രാജ്യങ്ങളിൽ ടച്ച് ചെയ്യാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിലൂടെ മാത്രമേ, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും എന്തിനു വേണ്ടി ആയിരിക്കണം? 5-ാം വാക്യം മുതൽ താഴോട്ടൊന്നുകൂടെ വായിച്ചു. ആ ആ ആ ആ ആ ആ കൂട്ടണം. മുമ്പേ പറഞ്ഞത് ഒരു കൂട്ടൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു വർധനവുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ വർധനവുണ്ടാകും. വിശ്വാസത്തോട് വീര്യം വർദ്ധിക്കണം. എന്താ? അടിയുറച്ച വിശ്വാസം, ഉറപ്പും ധൈര്യമുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ആ ഉറപ്പും ധൈര്യമുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ഇവരെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവൻ എന്ത് ചെയ്യും? ഇന്ദ്രിയ ജയമില്ലാത്തവനായി പോകും. മുമ്പിൽ നേരെ വരുന്ന പ്രശ്നങ്ങളെ അവൻ മാനസികമായി നേരിടും. പറയാൻ പാടില്ലാത്ത ജീവൻ്റെ വചനമാണ് ഇത്, ജീവൻ്റെ വചനം. ഈ വചനം അന്തരീക്ഷ മണ്ഡലത്തെ കീറിമുറിച്ച് കടന്നു എന്ന് എവിടേക്ക് പോകുന്നോ അവിടെ ജീവൻ ഉണ്ടാകണമെങ്കിൽ അത് പ്രസംഗിക്കുന്നതിൻ്റെ നാവിന് ജീവൻ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്റെ പ്രായോഗിക ജീവിതത്തിൽ നീ സാധാരണ ഒരു പച്ചയായ മനുഷ്യനായിട്ട് കൃപാസനത്തിലേക്ക് കയറി ഇന്ന് പുസ്തകം തുറന്നു വെച്ചിട്ട് നീ ഇത് വായിച്ചാൽ അവിടെ ജീവൻ ഉണ്ടാവത്തില്ല. കാരണം അത് മരണമായി മാറും. സ്തോത്രം. ഇന്ദ്രിയ ജയം ഉണ്ടാകണം. ഇന്ദ്രിയ ജയം നമ്മൾ എന്തിനു ചെയ്യുന്നു? അടുത്ത് വായിക്കത്. നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചോണം ഇത് മൊത്തം. ആ
സ്ഥിരത. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ സ്ഥിരത വിട്ടു പോകത്തില്ല. അവർ പറയുന്നത് ശരിയാ, ഇവർ പറയുന്നത് ശരിയാ, ഇല്ല അവർ പറയുന്നത് ശരിയാന്നൊന്നും പറഞ്ഞു പോകണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകർന്ന അഭിഷേകം നിന്നെ സകലതും പഠിപ്പിക്കും. ഹല്ലേലൂയ. അടുത്തത് എന്തുവാ? ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭക്തി ഇങ്ങനെ വിറച്ചു നിൽക്കുന്നതാണോ ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഭക്തി ഭയം അധികം, ബഹുമാനം അധികം, സ്നേഹം സമം ഭക്തി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളെ എങ്ങനെ വീര്യത്താലും മഹത്വത്താലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോർത്ത് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ബഹുമാനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഭയം, അല്ലാതെ കാണുമ്പോൾ കിടുങ്ങുന്ന ഭയമല്ല. സ്തോത്രം. അതാണ് ഭക്തി. ഹല്ലേലൂയ. പിന്നെന്തുണ്ടാവണം? സഹോദര പ്രീതി ഉണ്ടാവണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അടുത്ത എന്തുവാ? എല്ലാവരോടും സ്നേഹം ഉണ്ടാകണം. ഇത് ആത്മീയ സന്തതി, ആത്മീയ കൂടപ്പറപ്പുകളാണ്. അവരിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ പകയും വിദ്വേഷവും മത്സരവും ഈർഷയും പിണക്കവും വെച്ച് പുലർത്തിക്കൊണ്ട് ഇങ്ങോട്ട് നടക്കണേ ഇങ്ങോട്ട് നടക്കണേ എന്ന് പറഞ്ഞാൽ പിന്നീച്ചിൻ്റെ പണിക്ക് പോടാന്ന് പറയുന്നയോ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഏതാണ്ടൊക്കെ പ്രാപിക്കണമെന്ന് പറഞ്ഞ് പുതിയത് ചിലതൊക്കെ തരണമെന്നല്ലേ പറഞ്ഞ? തന്നോണ്ടിരിക്കുക. വയറിറച്ച് വാർത്തിന്നോ. സ്തോത്രം. മതിയെന്ന് പറഞ്ഞാൽ മതിയോ? മതിയെങ്കിൽ ഇപ്പം നിർത്തും. സ്തോത്രം. തന്നോണ്ടിരിക്കുക. പകയും വിദ്വേഷവും ഈർഷയും, അതാ പഴയ തുരുത്തി, പിണക്കം, തൊന്നപക്ഷം, അസൂയ, നുണ, വാശി, വൈരാഗ്യം, ഇതൊക്കെയാ പഴയ തുരുത്തി. ഇതും വെച്ചോണ്ട് പുതിയതറക്കെന്ന് പറഞ്ഞാൽ ദൈവം പറയണ കൊച്ചനെ എഴുന്നേറ്റിട്ട് പണിക്ക് പോകും. സ്തോത്രം. ഇറക്കത്തില്ല ദൈവം. ദൈവത്തിന് വ്യവസ്ഥയുണ്ട്. ഭയവും ഭീതിയും നിറഞ്ഞ് പേടിച്ച് പറഞ്ഞ പത്രോസിനെ ഇറക്കിക്കൊടുത്തു. പത്രോസ് എല്ലാം വിട്ടെറിഞ്ഞ് ധൈര്യത്തോടെ ഞങ്ങൾ നിന്റെ പുറകെ വന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചതെല്ലാം കളഞ്ഞ് ഇറങ്ങിപ്പോയി. പക്ഷെ അവൻ്റെ ആഗ്രഹം അനുസരിച്ച് കൊടുത്തില്ലയോ? പടകിലകത്ത് നിറച്ചു കൊടുത്തു. അവൻ്റെ ആഗ്രഹം അനുസരിച്ച് കൊടുത്തു. അവസാനം അവിടെ കിടന്ന് നിലവിളിക്കാനും എനിക്കിൻ്റെ അടുത്തോട്ട് കർത്താവേ നീ വരല്ലേ, അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല, ഞാൻ പാപിയായൊരു മനുഷ്യൻ ഇല്ലയോ. സാധാരണ അങ്ങനെ ഒരു വർധനവും ഭൗമികമായ വർധനവും ഉണ്ടായാലേ നമ്മളെന്ത് ചെയ്യും? 4-5 പാസ്റ്റർമാരെ കുറിച്ച് ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി എല്ലാവർക്കും ഇച്ചിരി രീതിയൊക്കെ കൊടുത്ത് ഇത് കൊടുത്ത്. ഇവിടെ പത്രോസ് എന്ത് ചെയ്തേ? നെടുമ്പാട് വീട് നിലവിളിക്കാൻ തുടങ്ങി. ഇതിനൊന്നും ഒരു യോഗ്യതയും അർഹതയും എനിക്കില്ല. അനേക പടകളെ സഹായിക്കുവാൻ ദൈവം നമ്മുടെ പടകിനെ നിറയ്ക്കണമെങ്കിൽ നമ്മിൽ ചിലത് നിറയണം. അതിലൂടെ ഒരു ഒഴുക്കുണ്ടാകണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തുകയാണ്. കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.